അത്ഭുതങ്ങൾ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുന്ന വഴിയോരങ്ങളിൽ തന്നെ, ആ ദിവസം തന്നെ അനേകം അത്ഭുതങ്ങൾ, രോഗികളുടെ സൗഖ്യം, അനേകം മനുഷ്യരുടെ കല്ലുപോലെയുള്ള ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ആത്മീയ അന്ധത നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ വലിയ പ്രകാശമായി, ജ്വലനമായി, ശക്തിയായി ഈ വിശുദ്ധൻ്റെ മൃതശരീരം ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ തിരുശേഷിപ്പ് ആവശ്യമാണല്ലോ. സഭയുടെ നടപടി അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം സൂക്ഷിച്ചിരുന്ന കല്ലറ തുറക്കപ്പെടുകയാണ്. വലിയ ഒരു അത്ഭുതത്തിനു കൂടി ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാവ് ജീവനുള്ള ഒരു മനുഷ്യൻ്റെ നാവ് പോലെ തന്നെ അഴുകാതെ അവിടെ അവശേഷിക്കുകയാണ്. അഴുകാത്ത നാവുള്ള വിശുദ്ധ അന്തോനീസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പിൽക്കാലം ഏറ്റുപറഞ്ഞു. മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷിയായി, കൊള്ളരുതാത്തത് പറയാതെ ദൈവവചനം നിരന്തരം സംസാരിച്ചിരുന്ന, അത്ഭുതങ്ങൾക്ക് വേണ്ടി നാവ് ചലിപ്പിച്ചിരുന്ന ആ നാവ്, അനേകരുടെ മാനസാന്തരത്തിന് കാരണമായ ആ നാവ്, ദൈവത്തിൻ്റെ നാവായി മാറിയ ആ നാവ്. കാരണം പ്രവാചകരെ പഴയ നിയമത്തിൽ പറയുക ദ മൗത്ത് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നാവെന്നാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി, വിശ്വാസധീരനായി, വലിയ സൗഭാഗ്യത്തിൻ്റെയും മാടമ്പി ജീവിതത്തിൻ്റെയും വലിയ രാജകീയ പ്രൗഢിയുടെയും ഇടയിൽ നിന്ന് പടിപടിയായി വലിയ ദാരിദ്ര്യത്തിൻ്റെയും ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ നേടുവാനുള്ള പരിശ്രമത്തിൻ്റെയും ശക്തമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും പ്രതീകമായി വിശുദ്ധ അന്തോനീസ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്.